ഞാനിപ്പോൾ ഉള്ളത് ബംഗളൂരുവിലെ KR മാർക്കറ്റിലാണ്. ഇവിടെ അതായത് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ്. നഗരത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഏറ്റവും സജീവമായ ഒരു മാർക്കറ്റാണ് KR മാർക്കറ്റ്. നമുക്ക് ദൃശ്യങ്ങളിൽ പൂക്കളൊക്കെ കാണാം. ഇവിടെ പുലർച്ചെ മുതൽ തന്നെ പൂ കച്ചവടമൊക്കെ ആരംഭിക്കും. KR മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഈ മാർക്കറ്റിൽ തന്നെ എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്നുള്ളൂ. പച്ചക്കറികൾ, അതോടൊപ്പം തന്നെ ഈ ഓണത്തിന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാകും. നിരവധിയായിട്ടുള്ള മലയാളികളും രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഒരു വലിയ മലയാളി കുടുംബം അവർ ചേരുന്നുണ്ട്. എങ്ങനെയായി ഓണം? എങ്ങനെയായി? ഓണം അടിപൊളി, തകർത്തുകൊണ്ടിരിക്കുക. നാട്ടിൽ പോകുന്നില്ലേ? ഇവിടെയാണ് നമ്മളിവിടെ ആഘോഷിക്കണം. ഇവിടെയുള്ളവരാണ്. എങ്ങനെയാണ് ബംഗളൂരുവിലെ ഒരു പൊതു ഓണാഘോഷം എങ്ങനെയാണ്? ഇവിടെ സമാജങ്ങളും ചർച്ചിലും എല്ലാം പൂക്കള മത്സരം, പിന്നെ സദ്യ, അങ്ങനെ എല്ലാതും ഉണ്ടായിരിക്കും. പൂ വാങ്ങിയോ? പൂ വാങ്ങി. ഇന്ന് വില കൂടുതലാണ് പൂവ്. ഇവിടെ വില ഇന്ന് വില കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പൂക്കള മത്സരത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് വില കൂടുതലാണ്. ഇവിടെ വെറൈറ്റി പൂ കിട്ടുന്നു ഒത്തിരി. നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഏത് ആവശ്യത്തിന് കളറുകളാണ് ആ കളർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പ്രത്യേകത. പിന്നെ എന്ന് വെച്ചാൽ കൂടുതലായിട്ടും മലയാളീസിലാണ് കൂടുതൽ വരുന്നത്. കാരണം ഇപ്പോൾ ഓണാഘോഷങ്ങൾ എല്ലാ സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ആൾക്കാർ ഇവിടുന്ന് പൂ മേടിക്കുകയാണ്. എന്നിട്ട് ചേച്ചി ഈ സദ്യവട്ടത്തിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു? ഇവിടെ പച്ചക്കറി ഇല്ല, നമ്മളിപ്പോ പൂ മാത്രമേ വാങ്ങിയുള്ളൂ. ഇനി പുറത്താന്നത് പച്ചക്കറി എല്ലാം അത് വാങ്ങണത്ര. വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ അന്നേ കഴിഞ്ഞ ആഴ്ച എടുത്തായിരുന്നു. എങ്ങനെയാ ഓണാഘോഷം? ഈ സമാജം അസോസിയേഷൻ അതെ, ഇപ്പം ഞങ്ങളെ സൊസൈറ്റിയിൽ ഓണാഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടി നമ്മൾ ഓണപ്പൂക്കളവും അതേപോലെ സദ്യയുടെ ഒരുക്കങ്ങളും അതെല്ലാം. നാട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇപ്പോൾ ആഘോഷങ്ങളും മാറി മാറി വരുവാണല്ലോ, അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. ബാംഗ്ലൂരിലാണോ ഓണാഘോഷം? കുറച്ച് വെറൈറ്റി ആണോ? അതിനേക്കാളും ഓണാഘോഷം ഇവിടെയാണ്. ഒരാഴ്ച 2 ആഴ്ച മുമ്പൊക്കെ പല അസോസിയേഷൻ തുടങ്ങി. ഇനി ഇതൊരു 2 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഇവിടെ എല്ലാ ആഴ്ചകളിലും സമാജങ്ങളുടെ ആഘോഷങ്ങളുണ്ടായിരിക്കും. പിന്നെ നാട്ടിലുള്ള എല്ലാ ഫിലിം സ്റ്റാർസും ഇവിടെ വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെയാണ് ആഘോഷം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലതാണ്. നാട്ടിലേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ബാംഗ്ലൂരാണ്. കാരണം ഒരു കൂട്ടായ്മയുണ്ട്, കൂടുതലായിട്ട് ആൾക്കാർ ജോയിൻ ചെയ്യുന്ന ബനാന വസ്ത്ര എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുക, അതോടൊപ്പം തന്നെ ഒന്നിച്ച് പൂക്കൾ വാങ്ങുക, ഒന്നിച്ച് അത് കളം റെഡിയാക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു കൂടുതൽ നാട്ടിലേക്കാളും കൂടുതൽ എഫക്റ്റ് ആണ് ഇവിടെ. ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട് കൂടുതലായിട്ടും. ബാംഗ്ലൂർ എല്ലാവർക്കും താങ്ക് യു